ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അത് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒരു മിഡ് റേഞ്ച് ഫോണും ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മളെ ഒരു ഹൈ റേഞ്ച് ഫോൺ എടുത്തു. ഇനി ഈ ഹൈ റേഞ്ചും അല്ല മിഡ് റേഞ്ചും അല്ല, അതിനിടയിൽ നിൽക്കുന്ന ഒരു ഫോണുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ടല്ലേ ഇപ്പോൾ ഈ 2-3 മാസത്തിനിടയിൽ ഇറങ്ങിയ ഒരു OnePlus Nord 12 GB-യുടെയും 256 GB-യുടെയും റോമുള്ള ഒരു OnePlus Nord ആണ് ഇന്ന് നമ്മളിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. സോ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് ഇതിൻ്റെ ബോക്സ്. OnePlus Nordന്റെ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ബോക്സ് തന്നെയാണ്. മറ്റുള്ള ഫോണിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത നിറഞ്ഞൊരു ബോക്സ് തന്നെയാണ്. അവരുടെ പാക്കിംഗ് എപ്പോഴും ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ OnePlusന്റെ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പേരും ഒരു ആപ്പിളിൻ്റെ ഒരു അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പേരും അതിൻ്റെ ഒരു ഗട്ട്സും അതെപ്പോഴും OnePlus കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ OnePlusന്റെ ഫസ്റ്റ് മോഡൽ ബേസ് മോഡലുള്ള ഫോണാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ OnePlus സാധാരണ എപ്പോഴും ഇറക്കുന്നത് നല്ല ഹൈ റേഞ്ച് ഫോണുകളായിരിക്കും. അതിൽ നിന്ന് നമുക്കിത് വ്യത്യസ്തമായ ഒരു മിഡ് റേഞ്ച് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ്. എൻ്റെ ഒരു ഓപ്ഷനിൽ 30,000-ൻ്റെ ഉള്ളിൽ നല്ലൊരു ഫോൺ എടുക്കുന്നതാണെങ്കിൽ OnePlus തന്നെയാണ് നല്ലത്. ഇതിൻ്റെ സ്ലിംനെസ്സും സ്റ്റൈലിഷായ ഫോണും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കിനി ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു റെഡ് കേബിൾ മെമ്പർഷിപ്പ് കാർഡാണ്. ഈ റെഡ് കേബിൾ മെമ്പർഷിപ്പ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 GB നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കാർഡാണ്. അത് 1 year വരെ നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാം. OnePlus യൂസേഴ്സിന് പറ്റുന്നതാണ്. അത് പോരാനിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു OnePlusന്റെ സ്റ്റിക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻസ്, വെൽക്കം ഗൈഡ് ഇതെല്ലാം കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു 33 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. വിതിൻ 30 minutes ഇത് 0 to 80% ചാർജ് കയറും. അത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വെച്ച് നോക്കുമ്പോൾ ഒരു 85-90 ഒക്കെ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഫുൾ ചാർജ് വരെ ആവാനുള്ള അത്രയും സ്പീഡ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റൈലിഷ് ആയ ഒരു ഡാറ്റ കേബിള് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 765G ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് പോരാനിട്ട് 30,000 രൂപയുടെ ഉള്ളിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഫോൺ എന്നും കൂടി പറയാം. കാരണം 12 GB റാമും 256 GB റോമും ഉള്ളൊരു ഫോണാണ്. ഇത് വളരെ സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ നല്ല ഉപയോഗമായിരിക്കും. പിന്നെ ഹാങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഈ ഫോണിൻ്റെ അടുത്തൊരു പ്രത്യേകത പറയുന്നത് ഒരു 5G ഫോണാണ്. 30,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ വില തന്നെയാണ്. പക്ഷേ ഈ ഫോണിൻ്റെ കമ്പാരിസൺ വെച്ച് മറ്റുള്ള ഫോണുകളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിലയ്ക്ക് വേറൊരു ഫോൺ നമുക്ക് കിട്ടാനില്ല. Android 10 വർക്ക് ചെയ്യുന്ന ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യണമാണ്. നമുക്ക് എന്തായാലും ഇനി വയർലെസ് ഡിസ്പ്ലേ, വയർലെസ് കണക്ഷൻ എല്ലാം നമുക്കിനി ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ NFC ഇതിലേക്ക് വളരെ ഉപകാരമായിട്ട് തന്നെ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ആനിമേഷൻസ് എല്ലാം ഭയങ്കര എക്സാക്ട്ലി അടിപൊളിയാണ്. അതുപോലെ വന്നിട്ട് 48 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ ക്യാമറയുമാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ ലെൻസാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഫോണുകളിൽ 48 മെഗാപിക്സൽ ആയിരിക്കില്ല ഇതിനുണ്ടാകുന്ന ക്ലാരിറ്റി. പിന്നെ ഓൾഡ് സ്ക്രീനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ ഫോണിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഏകദേശം ഓപ്പോ, വിവോ അവരുടെയൊക്കെ ഏകദേശം ഒരു കളർ ഉണ്ടാകും. കാരണം ഒരു നോർമാലിറ്റി ആയിരിക്കില്ല, കുറച്ച് കളറും ഡിമിനിഷിങ്ങും എല്ലാം കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടും. പിന്നെ ആസ്ഫാൾട്ടൊക്കെ നമ്മൾ കളിക്കുമ്പോൾ അതൊക്കെ ഒരു 2-2.5 GB ഗെയിമാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. അത്രയും സ്മൂത്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമും ഒക്കെയാണ് ആസ്ഫാൾട്ട് ഇതൊക്കെ പറയുന്നത്. അതെനിക്ക് നല്ല റേഞ്ചും പവറുമുള്ള ഒരു ഫോൺ വേണം. അതെല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് OnePlus Nord എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു ഇഷ്യൂ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ടിൻറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അത് വലുതായിട്ടൊന്നുമില്ല. രാത്രി ഭയങ്കര ഇരുട്ടാകുന്ന സമയത്ത് നമ്മളൊരു ആവറേജിന് താഴെ നമ്മൾ ബ്രൈറ്റ്നസ് ആക്കുമ്പോൾ ഒരു റോസ് കളർ പോലെ വരും. അത് ചെറുതായിട്ടാണ് വരുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽഡ് സ്ക്രീനാണ്. It's caught in the crossfire.